നിലമ്പൂരിൽ നിന്ന് മുഹമ്മദ് ഷംസീർ കൂടി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഷംസീർ, ഇനിയൊരു ഉപതെരഞ്ഞെടുപ്പ് നമ്മൾ വളരെ പെട്ടെന്ന് പ്രതീക്ഷിക്കേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നിലമ്പൂർ എന്ന് പറയുന്നത് അൻവറിന് വലിയ വേരോട്ടമുള്ള സ്ഥലമാണ്. മാത്രമല്ല, ഈ ഒരു സാഹചര്യത്തിൽ അൻവറിനെ പിന്തുണയ്ക്കുക എന്നൊരു നയം തന്നെയായിരിക്കും UDFും സ്വീകരിക്കുക എന്നാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ അതിനപ്പുറത്തേക്ക് അൻവറിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ പരീക്ഷണങ്ങളുടെ ഒരു കാലം കൂടിയാണ് വരാനിരിക്കുന്നത്, അല്ലേ? തീർച്ചയായും ജിൽസി, അൻവറിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ഒരു സമയത്തിലേക്കാണ് അൻവർ പോകുന്നത്. കാരണം രാജിവെച്ച് കഴിഞ്ഞ് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ആ തെരഞ്ഞെടുപ്പ് ഫലം തീർച്ചയായും PV അൻവർ എന്ന രാഷ്ട്രീയ നേതാവിന്റെ ഭാവിയെ നിർണ്ണയിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ജയം തോൽവി എന്നതിനപ്പുറത്തേക്ക് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിൽ PV അൻവറും PV അൻവർ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയവും എത്രത്തോളം സ്വീകാര്യത നേടും എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമായി തന്നെ നിൽക്കും. ഞാനിപ്പോൾ നിൽക്കുന്നത് നിലമ്പൂർ ചന്തക്കുന്നിലാണ്. ഈ ചന്തക്കുന്നിലായിരുന്നു PV അൻവർ സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും ഒക്കെ വലിയ വിമർശനം ഉന്നയിച്ച് ആദ്യത്തെ പൊതുസമ്മേളനം നടത്തിയ സ്ഥലം എന്ന പ്രത്യേകത കൂടിയുണ്ട്. ഇപ്പോൾ ഇവിടെ ആളുകളൊക്കെ ഇവിടെ നിൽക്കുന്നൊരു കാഴ്ച കൂടി നമ്മൾ കാണുന്ന ഒരു ഹോട്ടലിനടുത്ത് കൂടിയാണ് ഞാൻ നിൽക്കുന്നത്. എന്താണ് നിലമ്പൂരിലെ ആളുകൾ PV അൻവറിന്റെ ഈ രാഷ്ട്രീയ നീക്കങ്ങളെ എങ്ങനെ കാണുന്നു, എന്തായിരിക്കും, എങ്ങനെയാണ് PV അൻവറിന്റെ രാഷ്ട്രീയ നീക്കങ്ങൾ എന്നൊക്കെ ഇവർ കൂടി ചർച്ച ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ VA കരീം അല്ലേ പേര്? കോൺഗ്രസ്സുകാരനാണ്. അതെ. എന്തായിരിക്കും PV അൻവറിന്റെ മുന്നോട്ടുള്ള നീക്കം? PV അൻവറിന്റെ ഈ നീക്കങ്ങളൊക്കെ അല്ലെങ്കിൽ അതൊക്കെ വിജയിക്കുമെന്ന് തോന്നുന്നുണ്ടോ? PV അൻവറിന്റെ നീക്കം എന്താണെന്നുള്ളത് ഞാൻ പ്രവചിക്കാൻ കഴിയില്ല. നിങ്ങൾക്കതിന് നോക്കാം. പക്ഷേ രാജിവെക്കുകയാണെങ്കിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നേരിടേണ്ടി വരും. ആ സാഹചര്യത്തിൽ നിലമ്പൂർ ഐക്യജനാധിപത്യ മുന്നണി ശക്തമായ ഭൂരിപക്ഷത്തോടുകൂടി ഇവിടെ തിരിച്ചു വരും. അതാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. നമുക്ക് അകത്തേക്കൂടെ ഒന്ന് പോയി നോക്കാം പെട്ടെന്ന്. കാരണം ഇവിടെ രാഷ്ട്രീയ ചർച്ച സജീവമാണ് എന്നുള്ളതാണ്. നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം പതിറ്റാണ്ടുകളായി ആര്യാടൻ മുഹമ്മദ് കൈവശം വെച്ച് ശാന്തമായി ഒഴുകിയിരുന്ന ഒരു ഇപ്പോൾ നിലമ്പൂരിലെ ചാലിയാർ പുഴ പോലെ തന്നെയായിരുന്നു. എന്നാൽ PV അൻവറിന്റെ രംഗപ്രവേശത്തോടു കൂടി കുറെ കൂടെ പ്രക്ഷുബ്ധമാകുന്ന കാഴ്ചകൾ നിലമ്പൂരിൽ നമ്മൾ കാണുകയായിരുന്നു. ഇന്ന് PV അൻവർ MLA സ്ഥാനം രാജിവെക്കുമെന്ന് അറിയുന്നു. ഇനിയൊരു തെരഞ്ഞെടുപ്പ് വന്നാൽ എന്തായിരിക്കും നിലമ്പൂരിലെ ഒരു ഫലം? ഇനിയിപ്പോൾ PV അൻവറിന് ഇതില്ല. ഇവിടെ ആര്യാടൻ്റെ മകനേ ഉള്ളു സാധ്യതയുള്ളൂ. വേറൊരാളും ഇതിൽ ഇടതുപക്ഷത്തിലോ മറ്റുള്ള ഒരു പാർട്ടിയിലും ഇവനെ നേരിടാനില്ല ഈ ഒരാൾ മാത്രമേ ഉള്ളൂ. PV അൻവർ ഒറ്റയ്ക്ക് മത്സരിച്ചാൽ നിലമ്പൂരിൽ ജയിക്കും എന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, ജയിക്കാൻ സാധ്യത കുറവാണ്. PV അൻവറിന് ഒരു താരപരിവേഷമൊക്കെ ഇല്ല, അത് ഗുണകരമാവില്ലേ? ആയിരിക്കാം. ഒരു ദിവസം കൊണ്ടൊരു താരപ്രവേശം ഉണ്ടാവില്ലല്ലോ. ഇത്രയും കാലം അവരെ ഇടതുപക്ഷത്തിന്റെ കൂടെ നിന്നിട്ട് ഇന്ന് വന്നിട്ട് ഒരു താരപ്രവേശം എന്നാല് ജനങ്ങളും പൊട്ടന്മാരല്ലല്ലോ. ഈ PV അൻവർ നിലമ്പൂരിൽ നിന്ന് 2 തവണ ജയിച്ചതും ഇടതുപക്ഷത്തിന്റെ ശക്തി കൊണ്ട് കൂടിയാണ് എന്നാണ് വിശ്വസിക്കുന്നത്. PV അൻവർ ഒറ്റയ്ക്ക് നിന്നാൽ മത്സരിക്കുന്ന ഒരു സാഹചര്യം നിലവിൽ നിലമ്പൂരുണ്ടോ? PV അൻവർ ഒറ്റയ്ക്ക് നിന്നാൽ UDF സ്ഥാനാർത്ഥി ഒരു 10-30,000 വോട്ടിന് ജയിക്കും. അങ്ങനെ ഒരു താരപരിവേശമൊന്നും ഇവിടെ നിലമ്പൂർക്കാർക്ക് കിട്ടൂല. മനസ്സിലാവുണ്ടോ? അന്ന് LDFന്റെ കൂടെ നിന്നുകൊണ്ട് 2 പ്രാവശ്യം ജയിച്ചു. പക്ഷെ ഇനി ചാൻസ് UDFനാണ്. കാരണം ഇപ്പം രാജിവെക്കുകയാണെങ്കിൽ UDF ഒരു 10-20,000 വോട്ടിന് ഇവിടെ ജയിച്ചു കയറും. എന്താണ് രാഷ്ട്രീയക്കാരാന്ന് തോന്നുന്നില്ല? എങ്ങനെ രാഷ്ട്രീയക്കാരാന്ന് തോന്നുന്നില്ല വേഷമൊക്കെ കണ്ടിട്ട്? പാർട്ടി ഉണ്ടോ? കോൺഗ്രസിന്റെ ആളാണ്. ഓക്കെ. അങ്ങനെയാണെങ്കിലേ ഇപ്പോൾ ഇന്ന് രാജിവെക്കുന്നു പറയുന്നു PV അൻവർ. ഒരു ഉപതെരഞ്ഞെടുപ്പ് സ്വാഭാവികമായിട്ടും ഉണ്ടാകും. തൊട്ടു ശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടി വരും. തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാവുകയും ചെയ്യും സ്വാഭാവികമായും. എന്തായിരിക്കും നിലമ്പൂരിന്റെ ഒരു വിധി? രാജിവെക്കാൻ MLA ഇവിടെ ഇല്ലല്ലോ. രാജി എന്ന് പറഞ്ഞതിന്റെ ആവശ്യം വരുന്നില്ല. കാരണം MLA എന്ന സംഗതി ഇവിടെ ഇല്ല. പിന്നെ രാജി വെക്കുന്ന UDF ശക്തമായിട്ട് തിരിച്ചു വരും എന്നാണ് അതിൽ പറയാനുള്ളത്. കോൺഗ്രസ്സുകാരനാണെന്നാണ് പറഞ്ഞത്. ഇന്നലെ VD സതീശൻ പ്രതികരിച്ചപ്പോൾ UDFിലേക്കുള്ള വാതിൽ തുറന്നിട്ടുമില്ല അടച്ചിട്ടുമില്ല എന്നൊക്കെ പറയുന്നു. ഇപ്പോഴിങ്ങനെ വിമർശിക്കണോ? UDFിലേക്ക് വരുന്നില്ല പാർട്ടി തീരുമാനിച്ചിട്ടില്ലല്ലോ. അത് പാർട്ടി UDF തീരുമാനിക്കല്ലേ. അങ്ങനെ തീരുമാനങ്ങൾ ഉണ്ടായിട്ടില്ലല്ലോ. ഞാൻ നിലമ്പൂരിലെ കോൺഗ്രസ്സുകാരൻ എന്നുള്ള നിലയ്ക്ക് കൂടി ചോദിക്കുകയാണ്. വലിയ വിമർശനങ്ങളും എതിർപ്പും UDF പ്രവേശനത്തിൽ മലപ്പുറത്ത് നിന്നുണ്ട്, പ്രത്യേകിച്ച് നിലമ്പൂരിലെ കോൺഗ്രസ്സുകാർക്കിടയിലുണ്ട്. അങ്ങനെ UDFിലേക്ക് വരികയാണെങ്കിൽ ഇവിടുത്തെ ഒരു കോൺഗ്രസ്സുകാരുടെ വികാരം എന്തായിരിക്കും? അങ്ങനെ UDFിലേക്ക് മുമ്പ് വരാൻ സാധ്യത വളരെ കമ്മിയാണ്. വരാൻ സാധ്യത ഇല്ല. കാരണം എന്താ വെച്ചാൽ UDF അങ്ങനെയാണല്ലോ.
അങ്ങനെ എല്ലാവരും അങ്ങനെ വരുന്നതാണല്ലോ. മൂപ്പർക്ക് അങ്ങനത്തെ ഒരു ഇതൊന്നും UDF-ലേക്ക് വരാൻ സാധ്യത വളരെ കമ്മിയാണ്. ചേട്ടന്റെ പേരെന്താ? എൻ്റെ പേര് കുട്ടപ്പൻ. എന്താ? കുട്ടപ്പൻ. PV അൻവർ MLA നമ്മുടെ MLA എന്ന് രാജിവെക്കുന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പൊക്കെ വരും. ആരായിരിക്കും ഉപതെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നാണ് തോന്നുന്നത്? PV അൻവർ ഒറ്റയ്ക്ക് നിന്നാൽ ഇവിടെ ജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടോ? ഒരു താരപരിവേഷമൊക്കെ പുറത്ത് PV അൻവറിനുണ്ട്, അത് മണ്ഡലത്തിനകത്ത് എങ്ങനെയാണ്? PV അൻവർ ഒറ്റയ്ക്ക് നിന്നാൽ ജയിക്കുക എന്ന് പറഞ്ഞാൽ അപൂർവം, സാധ്യമല്ലാത്തൊരു കാര്യമാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ പാർട്ടി രൂപീകരിച്ചത് തന്നെയാണ് ഏറ്റവും വലിയ തെറ്റ് വന്നത് പുള്ളി. അപ്പം ഈ രാഷ്ട്രീയ മണ്ഡലത്തിൽ നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും വിഭാഗത്തിൻ്റെ പിന്തുണയില്ലാതെ ഒരിക്കലും പിടിച്ചു പോകാൻ കഴിയില്ല. ആദ്യം ഉണ്ടായിരുന്ന ആ ശക്തി പിന്നീട് കാണുന്നില്ല. അപ്പം അതുകൊണ്ട് രാഷ്ട്രീയമാണ് എന്താകും എന്നുള്ളത് പറയാൻ കഴിയില്ല. ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ആ പുള്ളി കുറച്ചും കൂടെ ഒക്കെ ആലോചിച്ച് ചെയ്യേണ്ട കാര്യങ്ങളായിരുന്നു എന്നുള്ളതാണ്. നിലമ്പൂർ ഈ ചന്തക്കുന്നിൽ തന്നെയായിരുന്നു PV അൻവർ ആ വലിയ പൊതുസമ്മേളനം നടത്തിയത്. ചന്തക്കുന്നിന് താങ്ങാവുന്നതിനും അപ്പുറത്തുള്ള വലിയ ജനസഞ്ചയം ഇവിടെ വന്ന് ചേർന്നതുമാണ്. അപ്പോൾ അതൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ PV അൻവറിന്റെ കൂടെ അവരൊന്നും ഉണ്ടാകില്ല, വോട്ടാകില്ല എന്ന് തന്നെയാണോ നിലമ്പൂരുകാരെന്ന നിലയ്ക്ക് നിങ്ങളൊക്കെ വിശ്വസിക്കുന്നത്? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് കരുതേണ്ടി വരിക. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നിലമ്പൂരുകാരനെ സംബന്ധിച്ചിടത്തോളം ഈ അന്ന് കണ്ട ജനക്കൂട്ടം അത് വോട്ടായി മാറണമെന്നില്ല. അത് അങ്ങനെയാണ് അതിൻ്റെ ചരിത്രം, രാഷ്ട്രീയത്തിൻ്റെ അതിൽ ചരിത്രവും അത് തന്നെ. തീർച്ചയായും ജിൽസി, ഇതാണ് നിലമ്പൂരിലെ സാധാരണക്കാരുടെ അഭിപ്രായം. ഇത് ഞങ്ങൾ റാൻഡമായി എടുത്ത പ്രതികരണമാണിത്. അപ്പോൾ എന്തായിരിക്കും ഇനി തെരഞ്ഞെടുപ്പ് വന്നാൽ? സ്വാഭാവികമായും ഇപ്പോഴും PV അൻവർ UDF പ്രവേശനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മുന്നണിയുടെ ഭാഗമല്ലാതെ നിന്നാൽ വിജയിച്ചു കയറാവുന്ന സാഹചര്യം നിലവിൽ നിലമ്പൂരില്ല എന്ന് ഇവിടെയുള്ള ആളുകൾ പ്രതികരിക്കുകയാണ്. ഇനി വരും ദിവസങ്ങളിൽ മാത്രമായിരിക്കും രാഷ്ട്രീയ ചിത്രം എന്താണെന്ന് വ്യക്തമാവുക. എന്ത് തന്നെയായാലും PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഉപതെരഞ്ഞെടുപ്പിനെ നേരിടുക, അതിൽ ലഭിക്കുന്ന വോട്ട്, വിജയം, അതെല്ലാം വളരെ നിർണായകമാകുമെന്നതിൽ യാതൊരു സംശയമില്ല. അതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ ആ തെരഞ്ഞെടുപ്പിലെ ഇടതുപക്ഷത്തിന്റെ വോട്ട് ഷെയറുകളും വിജയവും തോൽവിയും ഒക്കെ സർക്കാരിനെ സംബന്ധിച്ച് ഒരു ടെസ്റ്റ് ഡോസായി മാറും എന്നതും ഉറപ്പുള്ള കാര്യമാണ്. തൊട്ടുശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. അപ്പോൾ വളരെ നിർണായകമായ രാഷ്ട്രീയ പരിസരത്തു കൂടെയാണ് നിലമ്പൂരും കേരള രാഷ്ട്രീയമാകെയും നീങ്ങുന്നതെന്ന് വേണം ഈ ഘട്ടത്തിൽ പറയാം.